എനിക്കിപ്പോ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്കൊരു പുരുഷനോട് വൈരാഗ്യമുണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി. അയാൾ എന്നെ പീഡിപ്പിച്ചു, ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും, അയാളെ കുടുംബജീവിതം താറുമാറാക്കും, സമൂഹത്തിൽ അയാൾ ആരും അല്ലാണ്ടാവും. ഉന്നത പദവിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യര്, അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര്, ആരെ വേണമെങ്കിലും ഇങ്ങനെ കുഴിയിലിറക്കി നിർത്താൻ പറ്റുന്ന നിയമ സംവിധാനമാണ് ഇന്ന് നമുക്കുള്ളത്. ആ നിയമ സംവിധാനമാണ് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നത്. ഇവിടുമാർക്ക് ചവിട്ടിക്കറി പോവാനായിട്ട് പടികൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു സ്ത്രീയാണ്. എന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് മേഖലയിലാണ് പീഡനങ്ങളുടെയും ഇതുപോലുള്ള അവസ്ഥകൾ ഇല്ലാത്തത്? ഏത് മേഖലയിലാണ്? സിനിമാ മേഖലയിലുണ്ട്, ഇൻഷുറൻസ് മേഖലയിലുണ്ട്, ബാങ്ക് സംവിധാനങ്ങളിലുണ്ട്, പോലീസ് സംവിധാനങ്ങളിലുണ്ട്, ഈ പറയുന്ന ഏത് അവസ്ഥകളിൽ നോക്കിയാലും ഭരണ സംവിധാനങ്ങളിലുണ്ട്. ഏത് മേഖല എടുത്താലും ഈ സ്ത്രീകൾക്കുള്ള ഈ സംഗതികളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. ആ ഉള്ള സംവിധാനങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നമ്മൾക്ക് സ്ത്രീകൾക്ക് തന്റെ ഇടമുണ്ടാവണം. നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം. ഒരാൾ നമ്മളെ ബലാത്കാരമായിട്ട് വന്നിട്ട് ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് ബലാത്കാരം എന്ന് പറയാം. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി വന്നിട്ട് എന്നെ കയറി പിടിക്കുന്നതിന് ബലാത്കാരം എന്ന് പറയാം. അതല്ലാത്ത കേസുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ ഈ പറയുന്ന സംഗതികളൊക്കെ കിടന്നു കൊടുത്തിട്ട് അവരവരും കൂടി സുഖിച്ചിട്ട് അവസാനം കുറ്റം വരുമ്പോ പുരുഷന് മാത്രം. സഹകരിക്കുമ്പോ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയിലെ നടിമാർക്ക് മുഴുവനും ഈ വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് പലരും. വിയർപ്പിന്റെ അസുഖമുള്ള അവളുമാർക്കൊക്കെ എന്നാ വെച്ചാൽ കയറി പോവാനും ചവിട്ടി കയറാനും പടികൾ വേണം. ആ പടികൾ അവർ ചവിട്ടി കയറി പോയി അങ്ങോ അറ്റത്തെത്തും. അത് പല ആൾക്കാരുടെയും മുതുകത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇതിന്റെയൊക്കെ തെളിവ് സഹിതം കയ്യിലെടുത്ത് വെക്കും. ആ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവർ